റൂമിന്റെ കീ കൈയുള്ളതുകൊണ്ട് ടീസൂപ്പിനെ കൊണ്ട് യുഎൻ ഹോട്ടലിലേക്ക് പോകാൻ തീരുമാനിക്കും. പക്ഷെ അവനാണെങ്കിൽ നേരെ നടക്കാൻ വയ്യ. ആ സമയത്ത് ഹോട്ടലിൽ എന്തോ മറന്നിട്ട് എടുക്കാനായിട്ട് ജീസു അതുവഴി വരും. രണ്ടുപേരും ആ ഒരു സ്റ്റേജിൽ കാണുമ്പോൾ അവനാണ് റൂമിലേക്ക് കൊണ്ടുപോയിട്ട് ഒറ്റയ്ക്ക് രണ്ടുപേരെ അവിടെ വിട്ടിട്ട് പോകാൻ വയ്യാത്തതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നത്. രാവിലെ ആകുന്നത് വരെ അവൻ ഉറങ്ങാതെ അവിടെ ഇരിക്കും. ഹോട്ടലിൽ തന്നെ ആയതുകൊണ്ട് അവള് താഴെ പോയി യൂണിഫോം ഒക്കെ മാറി വന്നിരിക്കുമ്പോഴത്തേക്കും അമ്മയുടെ മെസ്സേജ് വരും. ഇന്നലെ വീട്ടിൽ വന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി, എവിടെയാണെന്ന് 9 മണിക്ക് മുമ്പ് എന്നോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പോലീസിൽ അറിയിക്കും എന്നാണ് അമ്മ പറയുന്നത്. ഇന്നലത്തെ പാർട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കിടന്നുറങ്ങിയെന്ന് അവൾ റിപ്ലൈ കൊടുക്കും. യുവൻ പോയി കഴിയുമ്പോൾ ഇന്നലെ രാത്രി മുഴുവൻ ഇയാള് ഇവിടെ ഇരുന്നു എന്ന് പറയുന്നത് കുറച്ച് ഓവർ അല്ലേ എന്ന് ടീസൂപ്പ് ജീസുവിന്റെ അടുത്ത് ചോദിക്കും. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോകണമായിരുന്നു എന്ന് അവൻ തിരിച്ചു ചോദിക്കും. രണ്ടുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറാകത്തില്ല. എന്നിട്ട് റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാനേജർ യൂൺ അങ്ങോട്ടേക്ക് വരും. രണ്ടുപേരും കൂടെ ഒരേ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന കാണുമ്പോൾ അയാൾ തെറ്റിദ്ധരിക്കും. വിചാരിക്കുന്ന പോലെ അല്ലാന്ന് പറഞ്ഞിട്ട് ടീസൂപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ പ്രൈവറ്റ് ലൈഫ് എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് മാനേജർ ഒന്നും കേൾക്കാനായിട്ട് നിൽക്കുന്നില്ല. പിറ്റേഴ്സ് ഒരു ബ്രേക്കിംഗ് ന്യൂസുമായിട്ടാണ് യങ്മിൻ വരുന്നത്. ക്വീൻ ഓഫ് റൊമാൻസ് എന്നറിയപ്പെടുന്ന 50s ഒരു നായിക ഒരു ഡോക്ടറുമായിട്ട് റിലേഷനിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു ഹോട്ടൽ ഡയറക്ടറുമായിട്ട് അഫയറിലാണെന്ന് ആണ് അതിൽ എഴുതിയിരിക്കുന്നത്. ക്വീൻ ഓഫ് റൊമാൻസ് എന്നറിയപ്പെടുന്നത് ജംഗ എന്ന് പറഞ്ഞ നായികയാണ്. തലേദിവസം അവരുടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടെന്നൊക്കെ അവർക്ക് മൂന്നുപേർക്കും മനസ്സിലാവും. അവരുടെ ഹോട്ടൽ ഡയറക്ടറുമായിട്ടാണോ അഫയർ എന്നൊക്കെ അവരിങ്ങനെ ഡിസ്കസ് ചെയ്യും. ഈ റൂമർ പുറത്തു വന്നു കഴിയുമ്പോൾ ജംഗയുടെ പുതിയ മീറ്റിംഗ് ക്യാൻസൽ ആവും. ബാക്കിയുള്ള പ്രോജക്ട്സിനെ അത് ബാധിച്ചു തുടങ്ങും. ഹോട്ടൽ മാനേജർ നോക്കുമ്പോൾ ന്യൂസ് അറിഞ്ഞിട്ട് ഹോട്ടൽ ലോബി മുഴുവൻ റിപ്പോർട്ടേഴ്സിനെ കൊണ്ട് നിറഞ്ഞേക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു കാരണവശാലും അവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് പോകാൻ പറ്റത്തില്ല എന്ന് അയാൾക്ക് മനസ്സിലാവും. അത് ചെന്ന് അവരോട് പറയും, ഞാൻ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സൂട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇവിടെ സെക്യൂരിറ്റി ടൈറ്റ് ആക്കാനായിട്ട് പറ്റിയില്ലെന്ന് അവർ തിരിച്ചു ചോദിക്കും. എക്സ്ക്ലൂസീവ് ആയിട്ട് പേഴ്സണൽ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു മാനേജറെ ഞങ്ങൾ അപ്പോയിന്റ് ചെയ്ത് തരാം, അത് മതിയോന്ന് ചോദിക്കുമ്പോൾ അവർ സമ്മതിക്കും. റിപ്പോർട്ടേഴ്സിനെ ഒന്നും ഇങ്ങോട്ടേക്ക് കടത്തി വിടരുത്, വരുന്നത് ഒരു ഫീമെയിൽ മാനേജർ ആയിരിക്കണം എന്നും അസിസ്റ്റന്റ് ഹോട്ടൽ മാനേജർ അടുത്ത് പറയും. യുവങ്ങിന്റെ ഫ്രണ്ടിൽ നല്ലൊരു ഇംപ്രഷൻ വേണമെന്നായിരുന്നു ടീസൂപ്പിന്. അതിപ്പോ കുളമായി. അവൻ ആകെ എംബാരസ്ഡ് ആയിട്ടിരിക്കുകയാണ്. നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, യുവങ്ങും ഇപ്പൊ ഇത് തന്നെ ആയിരിക്കും വിചാരിക്കുക എന്ന് ഇൻഹോ പറയും. എന്തായാലും നിങ്ങൾ സാറ്റർഡേ മീറ്റ് ചെയ്യുന്നുണ്ടല്ലോ, എന്താണ് പ്ലാൻ എന്ന് ചോദിക്കും. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് അന്ന് ഒന്നിച്ച് സിനിമ കാണാമെന്നാണ് വിചാരിച്ചു വെച്ചേക്കുന്നതെന്ന് അവൻ പറയും. ജംഗയുടെ ഗോസിപ്പ് പുറത്തു വരുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഡോക്ടർ ഷിൻ എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു സർജനാണ്. അയാൾ ഹോസ്പിറ്റൽ ഡയറക്ടർ ആവാൻ സാധ്യതയുള്ള ആളുകളുടെ ലിസ്റ്റിലുള്ള ഒരു ഡോക്ടറും കൂടിയാണ്. ഗോസിപ്പൊക്കെ പുറത്തു വന്നു കഴിയുമ്പോൾ കൂടെയുള്ള ഡോക്ടേഴ്സ് അയാളോട് മോശമായിട്ടൊക്കെ ഇതിനെപ്പറ്റി ചോദിക്കും. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഗോസിപ്പ് പറയുന്ന സമയം കൊണ്ട് ബാക്കി എന്തെല്ലാം ജോലികൾ ചെയ്യാൻ കിടക്കുന്നു എന്ന് ചോദിച്ചിട്ട് അയാൾ അത് മൈൻഡ് ചെയ്യാത്ത പോലെ സർജറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് ജംഗയെ വിളിക്കും. ചെക്കിനൊക്കെ സ്മൂത്ത് ആയിട്ട് പോയോ, ഞാൻ ന്യൂസ് ഒക്കെ കണ്ടായിരുന്നു, ഇത്രയും വലിയൊരു ചാറിന് ഡേറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ വരുമെന്ന് എനിക്കറിയായിരുന്നു, നമുക്ക് ഈ വീക്കെൻഡ് മീറ്റ് ചെയ്താലോ എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത്. യൂഷ്വലി വേറൊരു ടീമിലെ ആളുകളെയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്യാറുള്ളതെങ്കിലും ഇപ്രാവശ്യം ഹോട്ടൽ മാനേജർ യുവങ്ങിനെയാണ് ചെന്ന് കാണുന്നത്. ജംഗയുടെ ഒരു വലിയ ഫാനാണ് യുവങ് എന്ന് അയാൾക്കറിയാം. സെലിബ്രിറ്റിയെ അടുത്ത് കാണാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരമാണ്. അവർക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം, എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കി ചെയ്യണം. ഫാനാണെന്നുള്ളത് എനിക്കറിയാം, പക്ഷെ ജോലിയാണെന്നും കൂടി അയാൾ ഓർമ്മിപ്പിക്കും. യുവങ് ചെന്നിട്ട് അവരുടെ പഴയ ഇന്റർവ്യൂസ് മുഴുവൻ എടുത്ത് വായിച്ചു നോക്കും. എന്തൊക്കെയാണ് ഇഷ്ടം, അവരുടെ ശീലങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കിട്ടാവുന്നിടത്തോളം കാര്യങ്ങൾ അവൾ മനസ്സിലാക്കി വെക്കും. അവാർഡ് സ്പീച്ചസ് ഒക്കെ എടുത്ത് നോക്കും. കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു അവാർഡ് സ്പീച്ച് ഉണ്ടായിരുന്നു. അതില് ജൂനിയർ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ബൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ പെട്ടെന്ന് അത് പിടിച്ചു മാറ്റുന്നുണ്ട്. അത് ആ സമയത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. ആണുങ്ങളോട് മാത്രമേ സംസാരിക്കാറുള്ളൂ, പെൺകുട്ടികളെ എപ്പോഴും ഒരു അകലത്തിലാണ് നിർത്താറുള്ളതെന്നൊക്കെയാണ് പിന്നീട് അവരെ കുറിച്ച് ഗോസിപ്പ് വരുന്നത്. അതൊക്കെ യങ്മിനും സെബോക്കും അവളുടെ അടുത്ത് പറയും. ഒരുപാട് സെർച്ച് ചെയ്തതിനു ശേഷം യുവങ്ങിന്റെ കൂടെ ഡേറ്റിന് പോകാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറന്റ് ബുക്ക് ചെയ്യും ടീസൂപ്പ്. അന്നേരമാണ് ഹോട്ടലിൽ നിന്നൊരു കോള് വരുന്നത്. അവരുടെ പോപ്പപ്പ് സ്റ്റോറിന്റെ ഒരു ഫർണിച്ചറിൽ ചെറിയ ഡിഫക്റ്റ് ഉണ്ട്, റെക്ടിഫൈ ചെയ്യണം. യൂഷ്വലി ഇന്റേൺസിനെയാണ് അവർ വിടാറുള്ളത്. ഹോട്ടലിൽ എന്ന യുവങ്ങിനെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ടീസൂപ്പ് തന്നെയാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ജംഗയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയ കാര്യം അവള് ടീസൂപ്പിന്റെ അടുത്ത് ഷെയർ ചെയ്യും. അവൾക്ക് ഒരേ സമയം സന്തോഷമുണ്ട് എന്നാൽ അവൾ നെർവസും ആണെന്ന് അവന് മനസ്സിലാവും. സോങ്ക്ക് ഇഷ്ടപ്പെട്ട ഓതേഴ്സിനെ എല്ലാം നോക്കി അവരുടെ ഏറ്റവും പുതിയ ബുക്സ് എല്ലാം റെഡിയാക്കി വെക്കും യുഎൻ. അത് മാത്രമല്ല അവർക്ക് ഇഷ്ടമുള്ള മ്യൂസിക്കും എല്ലാം ഏതാണെന്ന് നോക്കി എല്ലാം അതിനനുസരിച്ചാണ് ചെയ്യുന്നത്. അവിടെ ഫ്രഷ് ആയിട്ട് ഫ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുത്തോണ്ട് പോകാനായിട്ട് ഒരു സ്റ്റാഫിന്റെ അടുത്ത് പറയും. അവരെന്നാ അവാർഡ് ഫംഗ്ഷനിൽ വെച്ചിട്ട് അങ്ങനെ ബിഹേവ് ചെയ്തത് അവർക്ക് കോളിനോട് അലർജി ഉള്ളത് കൊണ്ടാണെന്ന് അവൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ വന്ന് നോക്കുമ്പോൾ എല്ലാം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ജംഗ ഇംപ്രസ്ഡ് ആവും. എന്തുകൊണ്ടാണ് ബൊക്കെ ഇല്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ അലർജിക്കാണെന്ന് ഞാൻ ഊഹിച്ചു എന്ന് അവൾ പറയും. അത് അവർക്ക് ഇഷ്ടപ്പെടും. ആരോടും
അവരത് പറഞ്ഞിട്ടില്ലായിരുന്നു. ആളുകൾ ജഡ്ജ് ചെയ്യുന്ന പേടിച്ചിട്ടാണ് ഞങ്ങൾ അത് ആരോടും പറയാതിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇംപ്രസ്ഡ് ആവും. ഇപ്പൊ പുതിയ റൂമർ വന്നത് ഇയാൾ അറിഞ്ഞു കാണുമല്ലോ. ആ 3 പേരിൽ ഞാൻ ആരെയായിരിക്കും ഡേറ്റ് ചെയ്യാമെന്ന് ഊഹിക്കാവോ എന്ന് അവര് ചോദിക്കുന്നുണ്ടേ. ഇവിടുത്തെ സ്റ്റേ കംഫർട്ടബിൾ ആക്കുക എന്ന് മാത്രമേ ഉള്ളൂ എന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് അവൾ അതിന് ഉത്തരം പറയത്തില്ല. അതുകൂടി ആകുമ്പോൾ അവർക്ക് ശരിക്കും അവളെ ഇഷ്ടപ്പെടും. യൂൺ നല്ല സ്മാർട്ടായിട്ടുള്ള ഒരാളെ തന്നെയാണ് എനിക്ക് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്തതെന്ന് അവർ പറയും. വിസു ആക്ട് ചെയ്തിരുന്ന പ്ലേയുടെ ഡയറക്ടർ അവനെ കാണാനായിട്ട് വരും. ഇപ്പോൾ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ആക്ടറുടെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് അയാൾ നാട്ടിലേക്ക് പോയേക്കുവാണ്. അവർക്ക് ഈ സാറ്റർഡേ ഒരു പെർഫോമൻസ് ഉണ്ട്. അതിന്റെ റിഹേഴ്സലിന് ചെല്ലണം എന്ന് പറയാനാണ് അയാൾ വരുന്നത്. ജിസു സമ്മതിക്കും. കഫേ അടയ്ക്കാൻ പോകുന്ന സമയത്താണ് ഡയറക്ടർ വരുന്നത്. അയാൾ ഇറങ്ങുന്നതിന്റെ പുറകെ ജഗയ്ക്ക് വേണ്ടിയിട്ട് കോഫി ബീൻസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് യുവങ്ങും അങ്ങോട്ടേക്ക് വരും. അത്രയും ലേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവൾ എന്തായാലും കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് അവനറിയാം. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കൂടി കഴിക്കാനായിട്ട് ഇരിക്കും. അവളുടെ ചുണ്ടില് ഫുഡ് വെച്ചിരിക്കുമ്പോൾ അവൻ തുടച്ചു കൊടുക്കും. ഇയാള് ഇതുപോലെ എല്ലായിടത്തും ചെയ്യരുത്, അവര് തെറ്റിദ്ധരിക്കുന്നു അവൾ പറയുമ്പോൾ. ഇയാൾ എന്തിനാണ് എല്ലായിടത്തും ഞാനിങ്ങനെ പെരുമാറുമെന്ന് വിചാരിക്കുന്നത്? നമുക്കിടയിൽ ഒന്നുമില്ലാന്ന് പ്രിറ്റൻഡ് ചെയ്യുന്നത്. വേറൊരാൾക്ക് പകരമാണെങ്കിലും ഞാനും ഇയാളുടെ ബ്ലൈൻഡ് ഡേറ്റ് ആയിരുന്നല്ലോ. പിന്നെ എന്തെല്ലാം സംഭവങ്ങൾ സംഭവിച്ചു നമുക്കിടയിൽ. ഇപ്പൊ നമ്മൾ ക്ലോസും ആണ്. പതുക്കെ പതുക്കെ കൂടുതൽ നമുക്ക് പരസ്പരം മനസ്സിലാക്കാം. ഇയാള് എന്റെ ലൈഫ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാനായിട്ട് തുടങ്ങിയെന്ന് അവൻ അവളോട് പറയും. പിറ്റേ ദിവസം യുവൻ ജഗയെ കാണാനായിട്ട് ചെല്ലുമ്പോൾ ഒരു ഷോ കാണാനായിട്ട് പോകണം, അത് ഫുൾ തീരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട, അവിടെ ഒരു ബുക്ക് ഡെലിവറി ചെയ്താൽ മതി എന്ന് അവളോട് പറയും. എനിക്ക് ഇന്ന് വൈകിട്ട് 7 മണിക്ക് ഒരു ഗസ്റ്റ് വരും, അയാൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് വേണം ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ, അയാൾ നാളെ രാവിലെ പോകത്തുള്ളൂ എന്നും പറയും. ഇൻഹോയും സുഹയും കൂടി ടേസപ്പിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് ക്യാമ്പിങ്ങിന് പോകാൻ സാധനം വാങ്ങിച്ചു കൂട്ടുന്ന കൂട്ട് ഡേറ്റിന് പോകാനായിട്ട് അവൻ പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇതെല്ലാം എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് അറിയത്തില്ലല്ലോ എന്നാണ് അവൻ തിരിച്ചു ചോദിക്കുന്നത്. ഡേറ്റിന് പോകാനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സുഹയുടെ ഹെൽപ്പ് ചോദിക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യാമെന്ന് സുഹ സമ്മതിച്ചു. ശങ്കുവിന്റെ ജിമ്മിലെ എയർ കണ്ടീഷണർ കേടാവും. ആ സമയത്താണ് യങ്മിൻ മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വിളിക്കുന്നത്. ഇതുപോലെ പ്രശ്നമുണ്ട്, എനിക്കത് ശരിയാക്കാനായിട്ട് ആളെ വിളിക്കണം എന്ന് അവൻ പറയുമ്പോൾ അവൾ ഓക്കെ എന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്യും. കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുന്നുണ്ടേ ജിമ്മിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് കൂൾ ഡ്രിങ്ക്സ് വാങ്ങി വരുന്ന യങ്മിനെയാണ് കാണുന്നത്. അവളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉള്ളൊരു പയ്യൻ നമ്മൾ നേരത്തെ മീറ്റ് ചെയ്തിട്ടില്ലേ എന്ന് അവളുടെ അടുത്ത് ചോദിക്കും. എനിക്ക് കണ്ടതായിട്ട് ഓർമ്മയില്ലാന്ന് അവൾ മറുപടി പറയുന്നുണ്ടെങ്കിലും ആ പയ്യന് എന്തോ സംശയമുണ്ട്. അവനിങ്ങനെ ആലോചിക്കും, പക്ഷെ ആലോചിച്ചിട്ട് എവിടെയാണ് അവളെ കണ്ടതെന്ന് ഓർത്തെടുക്കാനായിട്ട് പറ്റുന്നില്ല. തോട്ട്ഫുൾ ആയിട്ടുള്ള യങ്മിന്റെ ആ ഒരു ജസ്റ്റർ സഞ്ജുവിന് ഇഷ്ടപ്പെടും. ടേസപ്പിന്റെ കൂടെ ഡേറ്റിന് പോകുന്നതിന് തൊട്ട് മുമ്പാണ് ജംഗ പറഞ്ഞ ആ ഷോയ്ക്ക് വേണ്ടിയിട്ട് ബൊക്കെ ഡെലിവറി ചെയ്യാൻ വേണ്ടി യുവൻ ചെല്ലുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോഴാണ് അവള് ജംഗ കൊടുത്ത ആ ഒരു കാർഡ് തുറന്നു നോക്കുന്നത്. അതിൽ ഷിൻ ജിസു എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് കാണുമ്പോൾ സംശയം തോന്നും. അവൻ കൊടുത്ത ആ ഒരു ടിക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ അതേ ഷോ തന്നെയാണ് അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാവും. പുറത്തിറങ്ങിയിട്ട് അവൾ ആ റൂമർ ഒന്നും കൂടെ എടുത്ത് വായിച്ചു നോക്കും. ഒരു മോഡലിനെ അവർ സ്പോൺസർ ചെയ്യുന്നുണ്ടെന്ന് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അവർക്ക് തമ്മിൽ അറിയാമെന്ന് യു എങ്ങനെ മനസ്സിലാവും. ഡേറ്റിന് ചെല്ലുന്ന ദിവസം ടേസൂപ്പ് കണ്ടുവച്ച റെസ്റ്റോറന്റ് എന്തോ കാരണത്താൽ അടച്ചിട്ടേക്കാണ്. അവൻ രണ്ടാമതൊരു റെസ്റ്റോറന്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെല്ലുമ്പോൾ നീണ്ട ക്യൂ ആണ്. അങ്ങനെ യു എങ്ങനെ അറിയാവുന്ന ഒരു റെസ്റ്റോറന്റിലേക്കാണ് അവർ ചെല്ലുന്നത്. അവിടുത്തെ ടേബിളിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പോരുന്നതിന് മുമ്പ് അതും ഫിക്സ് ചെയ്തിട്ടാണ് ടേസൂപ്പ് വരുന്നത്. അത് കാണുമ്പോൾ യു എങ്ങനെ സന്തോഷം തോന്നും. അവൻ എത്രമാത്രം അവന്റെ ജോലിയിൽ ഡെഡിക്കേറ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണ് ഫർണിച്ചർ ഡിസൈനിലേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ ചെറുതിലെ ഫാമിലിയിലെ പ്രശ്നങ്ങൾ കാരണം ഇരുന്ന് കഴിക്കാൻ ഡൈനിങ് ടേബിൾ ഒന്നും ഇല്ലായിരുന്നു. 20s ഞാൻ എന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, അതുകൊണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു എന്നൊക്കെ അവൻ ഷെയർ ചെയ്യും. ഇയാളുടെ 20s എങ്ങനെയായിരുന്നു ചോദിക്കുമ്പോൾ എനിക്കും ഇതുപോലെ തന്നെ ആയിരുന്നു, അതുകൊണ്ട് ഡേറ്റ് ചെയ്യാൻ പോലും സമയം കിട്ടില്ല എന്ന് അവളും പറയും. അവരവിടുന്ന് ജംഗയുടെ സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് തിയേറ്ററിലേക്ക് പോകുന്നത്. കുറച്ചു കഴിഞ്ഞ് യുവങ്ങൾ നോക്കുമ്പോൾ ടേസൂപ്പ് ഇരുന്ന് കരയുകയാണ്. ശരിക്കും അവൻ ഡേറ്റിന് വന്നത് കൊണ്ട് ഗ്ലാസ് മാറ്റി കോണ്ടാക്ട് ലെൻസ് ആണ് വെച്ചുകൊണ്ട് വന്നത്. അവനത് വെച്ച് പരിചയമില്ല. കണ്ണിലെന്തോ പോയിട്ട് ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ പുറത്തു പോയി അത് ഊരി കഴുകാനായിട്ട് അവൾ പറയും. ആദ്യത്തെ ദിവസം സംഭവിച്ചത് തൊട്ട് ഡേറ്റ് പകുതിക്ക് വെച്ച് നിർത്താൻ താല്പര്യമില്ലാത്തത് കൊണ്ട് വീണ്ടും കാണാനായിട്ട് തിരിച്ച് തിയേറ്ററിലേക്ക് കയറാമെന്ന് ടേസൂപ്പ് പറയും. പക്ഷെ യു എൻ സമ്മതിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു മൂവി വാച്ച് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് അവൻ ചോദിക്കും. അവള് സമ്മതിക്കും. ഷോ ഒക്കെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ റിസപ്ഷനിസ്റ്റ് ആ ബൊക്കെ ഉണ്ടെന്ന് അവന് കൊടുക്കും. അത് വായിച്ചു നോക്കുന്നുണ്ടാണ് ജംഗയുടെ മെസ്സേജ് ആയിരുന്നു എന്ന് അവന് മനസ്സിലാവുന്നത്. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, ഹിൽസ് ഹോട്ടലിലേക്ക് വരണം എന്നാണ് അവരതിൽ എഴുതിയിരുന്നത്. ആ ദേശത്തിന് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു റിപ്പോർട്ടർ അവനെ പ്രതീക്ഷിച്ച് അവിടെ നിൽപ്പുണ്ടാവും. സോങ് സ്പോൺസർ ചെയ്യുന്ന ആക്ടർ ഇയാളാണോ, റൂമേഴ്സ് അനുസരിച്ച് ഇയാളാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയും. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ഇവൻ പോകാനായിട്ട് തുടങ്ങുമ്പോൾ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്, നിങ്ങളുടെ ഈ ഒരു ഷോ സ്പോൺസർ ചെയ്യുന്ന സിഇഒയുടെ വൈഫ് സോങ്ങയുടെ അടുത്ത ഫ്രണ്ടാണെന്ന് കേൾക്കുന്നുണ്ടല്ലോ,
അപ്പൊ പിന്നെ ഒരു ബന്ധവും ഇല്ലാതിരിക്കുമോ എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോൾ അവന് ദേഷ്യം വരും. നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നോ? ആ സിഇഒയുടെ വൈഫ് ഇതുവരെ നമ്മുടെ ഷോ കാണാൻ വന്നിട്ടില്ലല്ലോ. നമ്മുടെ ഷോ യാതൊരു വിധത്തിലുള്ള പ്രോഫിറ്റും അവർക്ക് കൊടുക്കുന്നില്ല. പിന്നെ എന്തിനാണ് അവർ സ്പോൺസർ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇവൻ ദേഷ്യപ്പെടും. ഇത് നിനക്കൊരു ടെമ്പററി ഷെൽട്ടർ ആയിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഡെസ്പറേറ്റ് ആയിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന സ്റ്റേജ് ആണ്. നിനക്ക് മാത്രം ശമ്പളം തരുന്ന കാര്യമല്ല ഇവിടെ നോക്കേണ്ടത്. ഇവിടെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കണം. എല്ലാവർക്കും ഞാൻ സാലറി കൊടുക്കണം. എല്ലാവരുടെയും ഡ്രസ്സിന്റെ കാര്യം നോക്കണം. സ്റ്റേജ് സെറ്റ് ചെയ്യാനായിട്ട് തന്നെ ഒരുപാട് പൈസ ചെലവാകും. ആ എല്ലാ ചെലവും ഞാൻ നോക്കിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ചില കാര്യങ്ങൾ കണ്ടില്ലാന്ന് വെക്കേണ്ടി വരും. അതൊന്നും നിനക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നീ ക്വിറ്റ് ചെയ്തിട്ട് പൊക്കോളാനായിട്ട് പറയും. ഞാൻ ക്വിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് ദേഷ്യത്തില് ജീസു അവിടെ നിന്ന് ഇറങ്ങും. എന്നിട്ട് ഞങ്ങളെ വിളിച്ച് ഞാൻ മീറ്റ് ചെയ്യാനായിട്ട് ഹോട്ടലിലേക്ക് വരികയാണെന്ന് പറയും. എങ്ങനെയും കൂട്ടി ടേസപ്പോൾ വീട്ടിലേക്ക് വരും. വീട് നല്ല ക്ലീൻ ആയിട്ടാണ് അവൻ സൂക്ഷിക്കുന്നത്. എല്ലാം നല്ല അടുക്കും ചിട്ടയോടും കൂടിയാണ് വെച്ചേക്കുന്നത്. കാണുമ്പോൾ അവൾ ഇംപ്രസ്ഡ് ആവും. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് ടേസൂപ്പ് അവളുടെ അടുത്ത് പറയും. അപ്പോൾ ആരോ പാസ്പോർട്ട് ഒക്കെ എൻ്റർ ചെയ്ത് വീട്ടിലേക്ക് വരികയാണെന്ന് അവർക്ക് മനസ്സിലാവും. സൗണ്ട് കേട്ട് അവൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവന്റെ അമ്മയാണ്. അവരുടെ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ താഴെ പോകുമ്പോൾ യുവനാണ് എടുത്തു കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ ചെല്ലുന്നത്. നോക്കുന്നുണ്ടേ അവളും സംഖ്യയോടും പണ്ട് മുതലേ സ്ഥിരമായി കഴിക്കാൻ പോകുന്ന റെസ്റ്റോറന്റിന്റെ ഓണറാണ് ടേസൂപ്പിന്റെ അമ്മ. അവർ രണ്ടുപേരും പരസ്പരം റെക്കഗ്നൈസ് ചെയ്യും.